23 മുതൽ 38 വയസ്സ് വരെ പ്രായമുള്ള ഒന്നിലധികം പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു ലൈംഗിക കുറ്റവാളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം ആ ക്രിമിനൽ MLA ആയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രതികരണമാണിത്. ഞാൻ പറയുന്ന ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഒരു മര്യാദ ഒരാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കില്ല. ഞാനിങ്ങനെ നിന്നേന്നൊന്നും ചോദിക്കില്ല കേട്ടാ. അല്ലല്ല, അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ മറുപടി പറയാതെ ചോദിക്കാൻ ഇയാൾക്ക് ഒരു അവകാശമില്ല. അല്ലേ ഇവരൊക്കെ മിണ്ടാതെ നിൽക്കണില്ലേ? എന്തിനാണ് അയാൾ ഇത്രയ്ക്ക് അസ്വസ്ഥനാവുന്നത്? അയാൾ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു ക്രിമിനൽ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടതിന്റെ ജാള്യത കൊണ്ടാണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു, ഞാനിത് പറയും, ഞാനിത് പറഞ്ഞു കൊടുക്കും, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയ്. പരാതിയായിട്ട് കൊടുത്തതിനൊന്നും നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പരാതിയായിട്ട് കൊടുക്കാത്തത്. അപ്പം അത് ഞാൻ മെസ്സേജ് അയച്ചു പറഞ്ഞ കാര്യങ്ങളാണത്. പിന്നെ കോൺഗ്രസ്സിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ അണികളായിട്ടുണ്ട്, നേതാക്കന്മാരിലുമുണ്ട്. രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവുന്നത്, പാലക്കാട്ട് MLA ആവുന്നത് എല്ലാം VD സതീഷിന്റെയും ഷാഫി പറമ്പിലിന്റെയും കയ്യിൽ ഈ പരാതി ഇരിക്കുമ്പോഴാണ്. കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിൽ പലരും രാഹുലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും സണ്ണി ജോസഫും അടൂർ പ്രകാശും ഒന്നും ഒരക്ഷരം മിണ്ടിയില്ല. മാത്രമല്ല, രാഹുലിനെതിരെ പ്രതികരിച്ച സ്വന്തം വനിതാ നേതാക്കൾക്കെതിരെ സൈബർ ഇടത്തിൽ വെർബൽ റേപ്പ് നടത്താൻ സൈബർ കോൺഗ്രസിനെ അഴിച്ചു വിട്ടുകൊടുത്തു. രാഹുലിന്റെ വെട്ടുകിളി കൂട്ടങ്ങളുടെ തെറിവിളിയിൽ വനിതാ നേതാക്കൾ നിശബ്ദരായെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. പുറത്ത് രാഹുലിനെതിരെ നടപടിയെടുക്കുമ്പോഴും നേതൃത്വം ഒന്നാകെ രാഹുലിനെ കവചമൊരുക്കുകയായിരുന്നുവെന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തം. നമ്മുടെ പാർട്ടിക്ക് ഒരു മൂല്യബോധമുണ്ടല്ലോ, ആ മൂല്യബോധം തകർക്കാനും കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുമാണ് ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചത്. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിക്കത്തില്ല. ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസായി കാണാൻ എനിക്കാവില്ല. ഏറ്റവും ഒടുക്കം ആ ക്രിമിനൽ ഇത്രയേറെ തുറന്നു കാട്ടപ്പെട്ടതിന് ശേഷവും നവംബർ 28-ന് 23 വയസ്സുള്ള ഒരു പെൺകുട്ടി തനിക്ക് നേരിട്ട ക്രൂരതയുടെ പരാതി ലഭിച്ചിട്ടും വാർത്ത വരുന്നതുവരെ 5 ദിവസം പരാതി മടിക്കുത്തിൽ രഹസ്യമായി സൂക്ഷിച്ചത് KPCC പ്രസിഡന്റും വക്കീലുമായ സണ്ണി ജോസഫ്. ഇനി മുൻകൂർ ജാമ്യം ലഭിക്കും വരെ ഇവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്: ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയുള്ള മറുപടി, നീ ഒന്നുമില്ല, നത്തിങ് മോർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തെ ഒരു ക്രിമിനലിന്റെ ലൈംഗിക വൈകൃതത്തിന് ഒളിത്താവളം ഒരുക്കാൻ വിധം പരുവപ്പെടുത്തി കൊടുക്കുന്നതിന് VD സതീശനും ഷാഫിക്കും രമേശ് ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിനും KC വേണുഗോപാലും അടൂർ പ്രകാശിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. സാധാരണ കോൺഗ്രസുകാർ ഈ ചോദ്യം ഉന്നയിച്ചാൽ ഒളിച്ചോടാൻ ആർക്കുമാകില്ല.